ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നല്ലൊരു മസാലക്കറിയാണ്, ചേന വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ചേന വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ചേന ചേർത്ത് കൊടുക്കാം. 1/4 കിലോ അളവിൽ ചേനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്, 3 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചേന മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. 2-3 വിസിലൊക്കെ കൊണ്ട് ചേന വെന്ത് കിട്ടും. 2 വിസിൽ വന്നിട്ട് നോക്കാം. വെന്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ 1 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചേന വേവിച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് തേങ്ങ വറുക്കേണ്ട കാര്യം നോക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ നമുക്ക് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കാതെ ഒരു 1-2 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ചേർക്കണം. 5 അല്ലി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പട്ട, ചെറിയൊരു കഷ്ണം പട്ട കഷ്ണങ്ങളാക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി തേങ്ങയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട കേട്ടോ, 1-2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. തേങ്ങ ഇവിടെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം കുറച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിലാണുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ റോ സ്മെല്ലൊന്ന് മാറി വരട്ടെ. പൊടികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. ആ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്ത തേങ്ങ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറി വരുമ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് കട്ടിയായിട്ടൊന്ന് അരച്ചെടുക്കാം. വേവിച്ചെടുത്ത ചേന കുക്കറിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇത്തിരി ലൂസായിട്ടിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 4-5 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽ മുളക് ചേർക്കാം. അതുപോലെ 2-3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം.
ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചേന മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്